സുജൂദിൽ നാം പറയേണ്ടുന്ന തസ്ബീഹാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നത്. അതുപോലെ തന്നെ റുക്കൂഇൽ നാം പറയേണ്ടുന്ന തസ്ബീഹാണ് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർക്കും നിബന്ധനകളൊത്ത ഇമാമിനും ഈ തസ്ബീഹുകൾ 11 വട്ടം വരെ ചൊല്ലൽ സുന്നത്തുണ്ട്. ഈ തസ്ബീഹുകൾ ചൊല്ലുന്നതിനെ പറ്റി ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, മനഃപൂർവ്വം ഈ തസ്ബീഹുകൾ ഒരാൾ ചൊല്ലാതിരുന്നാൽ, സുജൂദിലും റുക്കൂഇലും ചൊല്ലാതിരുന്നാൽ നിസ്കാരം ബാത്തിലാകുമെന്നാണ്. അറിയാതെയെങ്ങാനും ഈ തസ്ബീഹുകൾ ഒഴിവാക്കിപ്പോയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കണമെന്നും ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നത്, സുജൂദിലും റുക്കൂഇലും ഈ തസ്ബീഹുകൾ ഒഴിവാക്കിയാൽ അയാളെ ഷഹാദത്തിന് പറ്റില്ല, സാക്ഷി നിർത്താൻ പറ്റില്ല എന്ന് ശാഫിഈ കർമ്മശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുജൂദിലും റുക്കൂഇലും ചൊല്ലുന്ന ഈ തസ്ബീഹുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി ചൊല്ലേണ്ടതാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല എന്ന ആയത്തിന്റെ അവതരണത്തോടുകൂടി ആ തസ്ബീഹ് സുജൂദിൽ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന ആയത്തിന്റെ അവതരണത്തോടെ തസ്ബീഹ് റുക്കൂഇൽ ചൊല്ലുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു.